സ്കൂളിൽ നിന്ന് പോയ വിനോദയാത്രയ്ക്കിടെ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ കൈ പഴുത്ത് ഗുരുതരാവസ്ഥയിൽ. കൊല്ലം മുഖത്തല NSS UP സ്കൂളിലെ അധ്യാപകരുടെ അനാസ്ഥയാണ് ആരോമലിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി നടത്തിയ അന്വേഷണത്തിലും സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തി. എന്നാൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ നിലപാട്. കഴിഞ്ഞ ഫെബ്രുവരി 1 മുഖത്തല NSS UP സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയ 6ാം ക്ലാസ് വിദ്യാർത്ഥി ആരോമൽ ബസിന്റെ സൈഡ് സീറ്റിലിരുന്ന് ഉറങ്ങിപ്പോയി. കുട്ടിയുടെ കൈമുട്ടിൽ മറ്റൊരു വാഹനം ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഭേദമായില്ല. കൈ പഴുത്ത പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടക്കും. വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയ അധ്യാപകർ ചികിത്സ നൽകുന്നതിൽ വരുത്തിയ കാലതാമസമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് കുട്ടിയും രക്ഷിതാക്കളും പറയുന്നു. വെളുപ്പിന് 5-5:30 മണിയായപ്പോ ഇവിടുന്ന് ടൂർ പോയതിനു ശേഷം ഒരു 2-2:30 മണിയായപ്പോ വട്ടക്കോട്ടയം സ്ഥലത്ത് ചെന്നപ്പോഴാണ് ഇവർക്ക് ഈ അപകടം ഉണ്ടായതിനു ശേഷം അവരങ്ങോട്ട് അതിന്റെ അടുത്ത ശിവന്തി ഹോസ്പിറ്റലാണ്ട് അവിടെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവര് വീണ്ടും ടൂർ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അവരൊന്നും വന്നില്ല. നമ്മള് തന്നെ ചെക്കപ്പിനും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയി പിന്നെ അവര് വന്നില്ല. വട്ടക്കോട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ലോറികൾ ഒതുക്കിയിട്ടുണ്ട്. ആ ലോറിക്കകത്ത് ഈ ബസ് ഞങ്ങൾ ചേർത്ത് പോയി. ഈ ലോറിക്കകത്ത് ആ കൂക്കി വന്ന് കൊണ്ട് ആശുപത്രി കേസ് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് വീണ്ടും അതിനെ ടൂര് കൊണ്ടുപോയി. വീട്ടിൽ വിളിച്ചിട്ടില്ലായിരുന്നല്ലേ? 36 മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ അധ്യാപകർ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചതെന്ന് ജില്ലാ ശിശുക്ഷേമ സമിതിയും കണ്ടെത്തി. പരിക്കേറ്റ വേദന കൊണ്ട് പൊളഞ്ഞ കുട്ടിയെ ബസ്സിൽ ഇരുത്തിയ ശേഷം മറ്റു കുട്ടികളുമായി അധ്യാപകർ വിനോദയാത്ര തുടർന്നെന്നും ബോധപൂർവമായ അനാസ്ഥയാണിതെന്നും ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഡി ഷൈൻദേവ് പറഞ്ഞു. ജില്ലാ ശിശുക്ഷേമ സമിതി എന്ന രീതിയിൽ ഇതിൻ്റെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ഞങ്ങൾ പരാതി നൽകുവാൻ പോവുകയാണ്. ഈ അധ്യാപകരുടെ വീഴ്ച, അത് ടൂർ പോകുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ എന്തെല്ലാം കാര്യങ്ങളാണ് പാലിക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഗൗരവപരമായി തന്നെ അത് പരിശോധിക്കണം. ശിശുക്ഷേമ സമിതിക്ക് ലഭിച്ച പരാതി പ്രകാരം ജില്ലാ കളക്ടർ ആരോമലിന്റെ വീട് സന്ദർശിച്ച് വൈദ്യസഹായം ഉറപ്പു നൽകിയിരുന്നു. അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ശിശുക്ഷേമ സമിതി വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകി. എന്നാൽ കൃത്യസമയത്ത് ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ വിശദീകരണം. കൈരളി ന്യൂസ്, കൊല്ലം.